കാണുന്ന ചിത്രങ്ങളൊക്കെ ഒരു ഹിന്ദി നടിയായിരുന്നു ഇവർ. അതൊരു ഹിന്ദി പഴയകാല ഒരു ഹിന്ദി നടിയാണിത്. അപ്പോൾ അന്ന് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എനിക്ക് കിട്ടിയതും അതായിരുന്നു, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഓക്കെ. അപ്പോൾ അന്നത്തെ ഇതിനകത്ത് രണ്ട് മിക്സിംഗ് ഉണ്ട് കളർ. അത് പോസ്റ്റർ കളറും ഉണ്ട്, പിന്നെ വാട്ടർ കളറും ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു പെയിൻറ്റിംഗ് ആണ് അത് അല്ലേ. പരീക്ഷണങ്ങൾ ഒട്ടേറെ നടത്തിയെന്ന് സാരം. ക്യാൻവാസ് ഒന്നും അധികമായിട്ട് ഉണ്ടായിരുന്ന കാലഘട്ടമല്ല ഈ ക്യാൻവാസ് ഞാൻ സ്വന്തമായിട്ട് ചെയ്തത്. അത് ശരി, അത് ശരി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണുന്നത് തുണിയാണ്. ഓഹോ. സാധാരണ തുണിയെ പേസ്റ്റും അങ്ങനെയുള്ള പേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കളറേ അതെല്ലാം കൂടി ചേർത്ത് പശയും ചേർത്ത് ഇതിനടിച്ചു ഒരു ക്യാൻവാസിൻ്റെ രൂപത്തിലാക്കിയതിന് ശേഷം അതിലാണ് ഈ ചിത്രം വരച്ചെടുക്കുന്നത്. ഓക്കെ ഓക്കെ. ഈ വയലാറിൻ്റെ ചിത്രം ഇത് പെൻസിൽ ഡ്രോയിങ് ആണ്. പെൻസിൽ പൗഡർ കൊണ്ട്. അത് ശരി, പെൻസിൽ പൗഡർ കൊണ്ട് ഹാൻഡ് മെയ്ഡ് പേപ്പർ, മുമ്പ് ഇറങ്ങിയിരിക്കുന്ന ഹാൻഡ് മെയ്ഡ് പേപ്പറാണ്. ഇപ്പോൾ ആധുനികമായിട്ട് വേറെ പല പേപ്പറുകളും കുറേ വരുന്നുണ്ട്. അന്ന് പറയാനുള്ളത് ഹാൻഡ് മെയ്ഡ് പേപ്പർ എന്നാണ്. അപ്പോൾ ആ പേപ്പറിൽ സ്റ്റമ്പ് കൊണ്ട് പൊടി, അതായത് ചാർക്കോളിൻ്റെ പൊടി കൊണ്ട് അങ്ങനെ ചെയ്തെടുത്താണ്. പെൻസിൽ ഡ്രോയിങ് എന്ന് പറയുമെങ്കിലും പൊടി കൊണ്ട് നിർമ്മിച്ചതാണ്. പെൻസിൽ പൊടി കൊണ്ട്, ലെഡ് കൊണ്ട് അല്ലേ? ഓക്കെ. പൗഡർ ഇത് ഒരു എന്താണ് ഒരു പ്രത്യേക പേപ്പറിൽ ചുരുട്ടിയെടുത്തിട്ട് ഉണ്ടാക്കിയെടുത്ത് അന്ന് ഇതൊക്കെ ഉള്ളൂ. ഇത് എത്ര വർഷം മുന്നെയാണ് സാർ ചെയ്തിരിക്കുന്നത്? ഇത് വന്നിട്ട് 1987 ചെയ്തൊരു ചിത്രമാണ്. വളരെ നന്നായിരിക്കുന്നു സാർ. അതിന് തൊട്ടപ്പുറത്ത് കാണുന്നുണ്ടല്ലോ സാർ ഒരു കാപ്പ്. ഇത് ഒരു ഡാൻസിൻ്റെ ഒരു പ്രത്യേകം ഒന്നും തോന്നിയതല്ല. ഒരു കാല് കണ്ടപ്പോൾ ഇങ്ങനെ ഒരു കാല് വരയ്ക്കണമെന്ന് തോന്നി. അങ്ങനെ വരച്ചെന്ന് മാത്രമേ ഉള്ളൂ. അത് ശരി, വലിയ അർത്ഥമോ കാര്യങ്ങളോ. അത് ശരി, അത് ശരി. എന്തായാലും ചിത്രം കാണുന്നവർ അതിന് അർത്ഥം കൽപ്പിക്കട്ടെ സാർ. ഇതൊരു രവിവർമ്മ ചിത്രത്തിൻ്റെ ഒരു പതിപ്പ് പോലെ തോന്നുന്നു. പക്ഷേ രവിവർമ്മ ചിത്രമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് നമ്മുടെ വീക്കിലികളിലൊക്കെ പണ്ട് മാസികകളിലൊക്കെ വന്നുകൊണ്ടിരുന്ന ചെറു കഥകളുണ്ട്. ആ കഥകളിൽ വരുന്ന ചെറിയ ചിത്രങ്ങളുണ്ട്. അത് ചിലത് കളറായിട്ട് വരും, ചിലത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടൊക്കെ അങ്ങനെ വരും. അപ്പോൾ അങ്ങനെ കണ്ട ഒരു ചിത്രം ഞാനൊന്ന് കളർ ചെയ്തു ക്യാൻവാസിലാക്കി ഒന്ന് കളർ ചെയ്തു എന്ന് മാത്രമേ. അത് ശരി. അത് എന്ത് ക്യാൻവാസാണ് സാർ ഉപയോഗിച്ചിരിക്കുന്നത്? ഇത് നമ്മൾ പിന്നീട് അതിന് ശേഷം കാർഡ്ബോർഡാണ് ഈ നമ്മുടെ ഇതിനൊക്കെ ഉപയോഗിക്കുന്നതല്ലേ, ഇത് ഫോട്ടോ ഇതിനൊക്കെ. ഓക്കെ. ഫ്രെയിം ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ബോർഡാണ് അല്ലേ? ഓക്കെ. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ അതും മറ്റേ ചാർക്കോൾ പൗഡർ കൊണ്ട് ചെയ്തെടുത്തതാണ്, ഹാൻഡ് മെയ്ഡ് പേപ്പറിൽ. ശരി. കാലപ്പഴക്കത്തിൻ്റെതായ ഒരു ചെറിയ മാറ്റങ്ങൾ ഇതിനകത്ത് വരും. അതും വന്നിട്ട് 1988 ചെയ്തതാണ്. അത് ശരി. അത് ആ മൂഡ് എനിക്ക് തോന്നുന്നു ഒരു ധ്യാനാവസ്ഥയിൽ എന്ന പോലെയാണ്. അത് വളരെ അപൂർവമായിട്ട് മാത്രം കാണുന്നതാണെന്ന് തോന്നുന്നു അല്ലേ? കൂടുതലായിട്ടൊന്നും കണ്ടിട്ടില്ല. അടുത്തതായിട്ട് മറ്റൊരു സർഗസൃഷ്ടി, എന്തുകൊണ്ടും ഏറെ ചർച്ച ചെയ്യപ്പെട്ട കാലാതീതമായിട്ടുള്ള ആ ചിത്രത്തെക്കുറിച്ച് നമുക്ക് കേൾക്കാം. ഈ ചിത്രത്തിൽ നോക്കുകയാണെങ്കിൽ ഓരോന്നായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു പാമ്പുണ്ട്, അവിടെ ഒരു പഴയ ഒരു കൊട്ടാരം, 2 പക്ഷികൾ പറക്കുന്നു, പിന്നെ ഒരു നാട്ടുവഴി, ഒരു ലൈറ്റ്, പിന്നെ ഒരു ഭിക്ഷക്കാരൻ. ഇത്രയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ സാധനങ്ങളെല്ലാം ഒരു പാട്ടിനാസ്പദമായിട്ടുള്ള കാര്യങ്ങളാണ്. മലയാള പാട്ട് സാറേ. അശ്വമേധം എന്ന നാടകത്തിന് ബേസ് അത് സിനിമയായിട്ടും ഉണ്ടായിരുന്നു. അഭിനയിച്ചത്. അതെ. അതിലെ ഒരു പശ്ചാത്തലത്തില് ഒരു ഭിക്ഷാടനക്കാരൻ ഇരുന്ന് പാടുന്ന ഒരു പാട്ടിനാസ്പദമാക്കി, അതായത് ചില്ലുമേടയിലിരുന്നെ കല്ലെറിയല്ലേ. കമുകറ പുരുഷോത്തമൻ പാടി. യെസ്. ഈ ചിത്രം പൂർണ്ണമായോ സാറേ? അല്ല, ഇനി ചെറിയ 1-2 മാറ്റങ്ങൾ ഇതിന് വരുത്താനുണ്ട്.
എങ്കിലും വളരെ മനോഹരമായിരിക്കുന്നു ആ ഒരു കാലഘട്ടത്തിലെ മറ്റൊരു ഓർമ്മപ്പെടുത്തൽ. തൊട്ടിപ്പുറത്ത് മറ്റൊരു ചിത്രം കാണാമല്ലോ സാറേ. ഇത് നമ്മുടെ പ്രളയം ഉം. പ്രളയം നടക്കുന്ന സമയത്ത് വഴിയിൽ പെട്ടുപോയ ഒരു ഭിക്ഷക്കാരൻ ഉം. വേറെ ഒരു മാർഗമൊന്നുമില്ല, ഒരു ഉയർന്ന ഒരു സ്ഥലത്ത് കയറി ഇങ്ങനെ ഇരിക്കുന്നു. ഉം. അത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി, അതങ്ങനെ ചിത്രമാക്കിയതാണ്. ഒരു പ്രളയത്തിൻ്റെ ഓർമ്മപ്പെടുത്തലായിട്ട് അല്ലേ? അതെ അതെ. ഇത് അക്രലിക് പെയിന്റ് ആണ് ഇത്. ഓ അത് ശരി, അക്രലിക്കാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതോടൊപ്പം ചോദിക്കട്ടെ സാറേ, സാറിന് ഈ രീതിയിൽ ഇപ്പോൾ സർവീസിലിരിക്കുമ്പോഴും അങ്ങനെ വലിയൊരു ആർട്ടിസ്റ്റ് എന്ന രീതിയിലേക്ക് സാറ് പോയതായിട്ട് തോന്നുന്നില്ല. പിന്നീടാണ് സാറ് ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു മേഖലയിൽ ശ്രദ്ധ തോന്നിയിട്ടുള്ളത്. സാർ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? ആ ഒരു കരുതൽ, ആ ഒരു കയ്യൊതുക്കം, സാർ എങ്ങനെയാണ് ഈ കല പഠിച്ചെടുത്തത്? അതൊന്ന് വിശദമാക്കാമോ? ഞാനൊരു സ്ഥാപനത്തിൽ പോയി പഠിച്ചിട്ടില്ല, എനിക്ക് പ്രത്യേകിച്ച് നല്ലൊരു ഗുരുനാഥനം കിട്ടിയിട്ടില്ല. എങ്കിലും എൻ്റെ സുഹൃത്തുക്കളിൽ പലരും ചിത്രരചനയുമായിട്ട് ബന്ധപ്പെട്ടവരുണ്ട്. അപ്പോൾ അവരുടെ എൻ്റെ സംശയങ്ങൾ, അതായത് കളർ മിക്സിനെ കുറിച്ചും അല്ലാതെ മറ്റേ ഫേസിൻ്റെ എക്സ്പ്രഷൻ, അങ്ങനെയുള്ള പല കാര്യങ്ങളും അവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അതിങ്ങനെ ഞാനത് പ്രാവർത്തികമാക്കി കൊണ്ടുവന്നതാണ്. അത് ശരി. അല്ലാതെ പഠിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ അത് നടന്നില്ല. ആഗ്രഹം മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഫ്രീ ടൈമിന് ഇതിങ്ങനെ ചിത്രങ്ങൾ വരച്ചു തുടങ്ങിയത്. അപ്പോൾ താങ്കൾ നല്ലൊരു നിരീക്ഷകനാണ് എന്ന് പറഞ്ഞാൽ സാർ അതിനെ എങ്ങനെ കാണുന്നു? അത് എപ്പോഴും ഈ പൊതുവെ പറയുകയാണെങ്കിൽ കലാകാരന്മാർ ഏത് ഫീൽഡ് നോക്കിക്കഴിഞ്ഞാലും, ചിത്രമായാലും കഥ എഴുത്തായാലും കവിത എഴുത്തായാലും ഏത് നോക്കിക്കഴിഞ്ഞാലും